പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈഷിത ചിപ്പിമോളെ ഉറക്കിയതിന് ശേഷം മഹേഷിൻ്റെ അടുത്തോട്ട് വന്നുണ്ട്. അപ്പം ആകെ തളർന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുന്ന മഹേഷിനെയാണ് കാണിക്കുന്നത്. അപ്പം മഹേഷിന് ചിപ്പിമോളോട് ദേഷ്യപ്പെടുമ്പം ആകെ സങ്കടം ആകുന്നുണ്ട് എന്നറിയാം. എന്നാൽ മഹേഷിൻ്റെ മനസ്സിലെന്താണ് എന്ന് തുറന്നു പറയുന്നുമില്ല. അന്നേരം ഈഷിത ചോദിക്കുന്നുണ്ട്, എന്താ പ്രശ്നം? നിങ്ങൾക്ക് ശരിക്കും ഒന്ന് പൊട്ടിക്കരഞ്ഞാൽ കൊള്ളാമെന്നുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ ആത്മാഭിമാനം അതിന് അനുവദിക്കുന്നില്ല, അതല്ലേ കാരണം എന്നൊക്കെ മഹേഷിനോട് ചോദിക്കുന്നുണ്ട്. ദേഷ്യം വന്നിട്ടാണെങ്കിലും എന്തെങ്കിലും വിളിച്ച് പറഞ്ഞാൽ അതായല്ലോ എന്നോർത്താണ് ഈഷിത. അത് കഴിഞ്ഞ് മഹേഷ് ഈഷിതയോട് പറയുന്നുണ്ട്, എനിക്ക് ഒരു മനഃശാസ്ത്രവും നോക്കാതെ തന്നെ അറിയാം പ്രസവിക്കാതെ ചിപ്പിമോളുടെ അമ്മയായതാണ് താനെന്ന്. അതുകൊണ്ട് അങ്ങനെ ലഭിച്ച ചിപ്പിമോളുടെ അമ്മയെ നഷ്ടപ്പെടാതെ ഞാൻ നോക്കണമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പറയാനുള്ള കാരണം കല്യാണശേഷം ഈഷിത കൂടെ വന്നത് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണ് മഹേഷ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നെങ്കിൽ ഒരു ഡിവോഴ്സിന് തയ്യാറാണ് എന്ന് ഈഷിത പറയുമ്പോഴാണ് മഹേഷ് പറയുന്നത്, ചിപ്പിമോളുടെ അമ്മയെ അംഗീകരിക്കുന്നു, ആ അമ്മ നഷ്ടപ്പെടാതെ ഞാൻ നോക്കുമെന്ന് പറയുന്നത്. അത് കഴിഞ്ഞും ആകെ സങ്കടമാണ്. വിഷമിച്ച് കിടക്കുന്ന മഹേഷിനെ കാണിക്കുന്നുണ്ട്. അതിൽ നിന്നും ഈഷിത മനസ്സിലാക്കുന്നു മഹേഷിൻ്റെ മനസ്സിൽ എന്തോ ഒരു പ്രശ്നം കിടന്ന് മഹേഷിനെ അലട്ടുന്നുണ്ട് എന്ന്. ഈ കാര്യം വീട്ടിലുള്ളവരോടും പറയുന്നുണ്ട്. ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ മഹേഷിനെ ചിപ്പിമോള് വെറുക്കും, അതുകൊണ്ട് അതിനൊരു പരിഹാരം കാണണം എന്ന് ഈഷിത പറയുന്നു. പിന്നെ പിറ്റേ ദിവസം രാവിലെ ആട്ടോ കാണിക്കുന്നത്, ചിപ്പിമോള് പോകാൻ വേണ്ടി സ്കൂളിൽ പോകാൻ വേണ്ടി റെഡിയായി ഡൈനിങ് ടേബിളിൽ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മഹേഷ് അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. അപ്പോൾ മഹേഷ് പോക്കറ്റിലേക്ക് വെച്ച ടവല് കുറച്ച് പുറത്തേക്ക് തൂങ്ങിക്കിടക്കുക. അന്നേരം മോള് വിളിച്ച് പറയുന്നുണ്ട്, ദേ ഡാഡിക്ക് വാല് വന്നുവെന്ന്. അന്നേരം എല്ലാവരും അത് കേട്ട് ചിരിക്കുന്നുണ്ട്. മഹേഷിനാകെ ടെൻഷനാണ്. ഇത് കേട്ട് മഹേഷ് അങ്ങോട്ട് വരുന്നുണ്ടെങ്കിലും മഹേഷിനെ നേരത്തെ പോലെ ചിപ്പിമോളോട് ഒരു അടുപ്പമോ ആ ഒരു കെയറിങ്ങും ഇല്ല. അത് മോളെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രൊമോയായിട്ട് കാണിച്ചത്.